ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്തിരിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ സച്ചി ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. സച്ചി അതിൻ്റെ ബാക്കി അവൻ്റെ വിഷമം കണ്ടിരിക്കുന്ന എപ്പിസോഡായിരുന്നു ഇന്നലെ. നമുക്ക് പോലും നെഞ്ചു പൊട്ടുന്നൊരവസ്ഥയാണ്. രേവതിയോട് സച്ചിക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും പോണ സമയത്ത് രേവതി സച്ചിനെ അടുത്ത് പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോൾ സച്ചി പറയാണ്, രേവതി എന്നെ ഇവിടെ ആരും മനസ്സിലാക്കണില്ല. രേവതി സച്ചി വീണ്ടും കരയാണ് കേട്ടോ. എന്നെ ഇവിടെ ആരും മനസ്സിലാക്കണില്ലല്ലോ, നിനക്ക് അറിഞ്ഞൂടെ, എൻ്റെ ഏട്ടനും അനിയനൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും? ആർക്കും എന്നെ ഇഷ്ടമില്ല, ഒരാൾക്ക് ഞാൻ ഇവിടെ നിൽക്കേണ്ടത് താല്പര്യമില്ല രേവതി. എൻ്റെ പെറ്റമ്മയ്ക്ക് പോലും എന്നെ ഇഷ്ടമില്ല, അവർ പോലും എന്നെ ആട്ടിപ്പായിച്ചിട്ടുള്ളൂ രേവതി. എൻ്റെ അച്ഛൻ മാത്രമാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത്, ഇവരൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ ജീവിക്കും? എന്നിട്ട് അമ്മ പറയണ കേട്ടില്ലേ, എല്ലാവരും പറഞ്ഞു വിടാനേ എനിക്ക് തിരക്കുന്ന് പറഞ്ഞിട്ട് സച്ചി ഒരു ചെറിയ കുട്ടിയെ പോലെ രേവതിയുടെ നെഞ്ചിൽ തല വെച്ച് കിടന്ന് കരയാണ്. അപ്പോൾ രേവതി പറയും, എല്ലാം ശരിയാവും സച്ചിയേട്ട വിഷമിക്കേണ്ട. സച്ചിയേട്ടനെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അച്ഛൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, സച്ചിയേട്ടനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ലേ, ഇതിലും കൂടുതൽ എന്താ വേണ്ടേ? ഓ ആ അങ്ങനെ പറയാണ് രേവതി സച്ചിയോട്. എന്നിട്ട് സച്ചിനെ ചേർത്ത് പിടിക്കുക. ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ സച്ചി വേണ്ട രേവതി, എനിക്ക് ഒന്നും ഇറങ്ങില്ല പറയുമ്പോൾ, പറ്റില്ല സച്ചിയേട്ടൻ കഴിച്ചേ പറ്റൂ, ആ സച്ചിയേട്ടാ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് സച്ചിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. ശരിക്കും സച്ചിക്ക് ഫുള്ള് താങ്ങുന്നണലായിട്ടാണ് രേവതി അവിടെ നിൽക്കുന്നത്. സച്ചിനെ ഒരു ചെറിയ കുട്ടിയെ പോലെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് അടുക്കി പിടിച്ചിട്ടാണ് രേവതി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി. രേവതിനെ കാണുമ്പോൾ ചന്ദ്രമതി ചോദിക്കും, നിൻ്റെ കെട്ടിയോനെ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല അല്ലേ, ഇന്നലത്തെ ഹാങ് ഓവർ വിട്ടുണ്ടാവില്ല, ഇന്നലെ എന്തായിരുന്നു ഇവിടെ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് സച്ചിയെ പറ്റി പറഞ്ഞ് കളിയാക്കാണ്. രവീന്ദ്രൻ ചോദിക്കും, മോളെ അവൻ നീറ്റില്ലേ, അവൻ എഴുന്നേറ്റില്ലേ മോളെ ചോദിക്കുമ്പോൾ പറയും, എഴുന്നേറ്റു സച്ചിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് പറയും, എഴുന്നേറ്റോ, അവൻ്റെ ഹാങ് ഓവർ ആട്ടൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി കളിയാക്കണം. അങ്ങനെ സച്ചി താഴത്തേക്ക് ഇറങ്ങി വരിക. സുന്ദരനായിട്ടാണുള്ള വരവ്, ഇന്നലെ എന്തായിരുന്നു ഇവിടെ അംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവനെ കളിയാക്കാണ്. അപ്പോൾ ശ്രുതി പറയണം, നാലുകല്ലെന്ന് പറയുന്നത് കേട്ടിട്ടുള്ളൂ, ഇന്നലെ ഞാൻ നേരിട്ട് കണ്ടു, കുടിച്ചിട്ട് നാലുകല്ല് നടക്കാമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ കാണാമെന്നൊക്കെ കണ്ട് ശ്രുതി കളിയാക്കാണ്. സച്ചിനെ കളിയാക്കി ചിരിക്കുന്ന സമയത്ത് രേവതി പറയും, നാലുകല്ല് നടന്നത് സച്ചിയേട്ടനല്ല, നിൻ്റെ കെട്ടിയോനാ. അന്ന് മൂക്കറ്റും കള്ളു കുടിച്ചിട്ട് ആരായിരുന്നു നാലുകല്ല് നടന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കും, നീ കുടിച്ചോടാ ചോദിക്കും. അപ്പോൾ പറയും, കാറ് മേടിച്ച ദിവസം എന്തായിരുന്നു ഇവിടെ അംഗം? അപ്പോൾ ശ്രുതി, ഇല്ല അമ്മേ, അത് ശ്രീകാന്ത് സച്ചി കൂടി നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു മൂന്നാല് കുപ്പിയോ, ഇനി മേലെ നിങ്ങളിവിടെ കുടിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം തല്ലി പൊളിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെയും ശ്രീകാന്തിനെയും ചന്ദ്രമതി വഴക്ക് പറയുമ്പോൾ രേവതി പറയും, അന്ന് എൻ്റെ സച്ചിയേട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറയാണ് രേവതി. അങ്ങനെ സച്ചിനെ ഫുള്ള് സപ്പോർട്ടായിട്ടാണ് രേവതി നിൽക്കുന്നത്. അത് കഴിഞ്ഞു സച്ചിയുടെ അടുത്ത് രവീന്ദ്രൻ ചോദിക്കുക, എന്താ മോനെ നീ ഇത് ചെയ്തത്, ഇന്നലെ എന്താ ചെയ്ത അച്ഛ? എന്നെ കൊണ്ട് അച്ഛനെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സങ്കടം സഹിച്ചില്ല അച്ഛ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റൂം എടുക്കാനില്ല അച്ഛ, എത്ര കിടന്ന് കഷ്ടപ്പെടണം, ഞങ്ങൾക്ക് റൂം വേണമെന്ന് ഒരു നിർബന്ധമില്ല അച്ഛ. ഞാനും രേവതിയും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞോളാം, ഞങ്ങൾക്ക് റൂം വേണമെന്നുള്ളൊരു പരാതിയോ പരിഭവമോ ഒന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് റൂം വേണമെന്ന് ഒരു നിർബന്ധമില്ല അച്ഛ, ഞങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോളാം എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയും, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചല്ലോ. അപ്പോൾ ശ്രുതി, സമാധാനമായി, ഇനി എൻ്റെ റൂം ഇവരാരും ചോദിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി, ഇത് നിനക്ക് നേരത്തെ പറയായിരുന്നില്ലടാ എന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി ഞാൻ മോനെ നിങ്ങൾക്ക് ഒരു റൂമിന് വേണ്ടിയിട്ടാണ് എനിക്കറിയാം അച്ഛനൊന്നും പറയണ്ട, ഇനി എന്നെ കൊണ്ടാവുന്ന സമയത്ത് റൂമിൽ കെട്ടിക്കൊള്ളാം ഞങ്ങൾക്ക് പറയുമ്പോൾ, ഏത് സമയത്ത്? അപ്പോൾ ശ്രുതി ചോദിക്കും, ഏത് സമയത്ത്? നിന്നെ കൊണ്ടാവുന്ന സമയത്ത്. നിനക്ക് അതിനൊക്കെയുള്ള വരുമാനം ഉണ്ടോ? ഇപ്പം തന്നെ നിനക്ക് കടങ്ങളല്ലേ അപ്പോൾ ശ്രുതി പറയും, ഒരുത്തൻ്റെ ഭാര്യ വീമ്പളക്കായിരുന്നു, എൻ്റെ സച്ചിയേട്ടൻ കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ഇടൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി പറയും, ശരിയാ, എന്നിട്ടിപ്പോൾ എന്തായി, ഒരു ചെറിയ താലിമലല്ലാണ്ട് വേറെ എന്തെങ്കിലും നിനക്ക് രേവതിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ സച്ചി, നിൻ്റെ മൂക്കിൽ പല്ല് മുളച്ചിട്ടാണോ നീ റൂം കയറ്റാൻ പോണേ? നടക്കണ കാര്യങ്ങൾ പറ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് സച്ചിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ സച്ചി പറയും, ആയിക്കോട്ടെ, എനിക്ക് പറ്റാവുന്ന കാലത്ത് ഞാൻ കയറ്റിക്കോളാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഷഷ്ടിപൂർത്തിക്കാവും എന്ന് പറയാണ്. ഷഷ്ടിപൂർത്തിക്കാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ രേവതി പറയും, എന്തുകൊണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് പറ്റും. ഇനി ഞങ്ങൾ റൂമിൽ കിടക്കുന്നുണ്ട്, അതെൻ്റെ സച്ചിയേട്ടൻ ഉണ്ടാക്കിയ റൂം മതി, അതെൻ്റെ സച്ചിയേട്ടൻ പൈസ ചിലവാക്കി കയറ്റിയ റൂം മതി, അത് ഷഷ്ടിപൂർത്തിക്കും അതിനും ശേഷമൊന്നല്ല, അതിന് മുൻപ് തന്നെ ഞങ്ങളിപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ റൂം കയറ്റും, അത് ഉറപ്പ്, ഇതെൻ്റെ ശബ്ദമാണ് എന്ന് പറയാണ് രേവതി. നടക്കണ കാര്യങ്ങൾ ശബ്ദം എടുത്താൽ മതി രേവതി പറയാണ്.
നടക്കണ കാര്യങ്ങൾ പറ രേവതി പറയണ ശ്രുതി. നടക്കും, എൻ്റെ നടക്കായിക, ഞങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ശ്രുതി. അങ്ങനെ എല്ലാവരും കൂടി എൻ്റെ സച്ചേട്ടനെ കളിയാക്കണം. ഞങ്ങൾ റൂം കയറ്റുന്ന പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചത് റൂം കയറ്റി തന്നെ ചെയ്യും. നോക്കിക്കോ, സച്ചേട്ടൻ റൂം ഇനി ഞങ്ങൾക്കുള്ള റൂം സച്ചേട്ടൻ തന്നെ കയറ്റിക്കോളൂ. അതിൽ വേറൊരാളുടെ അവതാരത്തിൽ ഞങ്ങൾ റൂം കയറ്റുന്നില്ല. ഞങ്ങൾക്കുള്ള റൂം ഞങ്ങളുടെ സച്ചേട്ടൻ തന്നെ കയറ്റുള്ളൂ. അത് താമസിയാതെ തന്നെ കയറ്റുന്നു ഉറപ്പിച്ച് പറയണ രേവതി പറയുമ്പോൾ ഇനി ഈ കാര്യം സംസാരിക്കേണ്ട അച്ഛാ, ഇനിയിപ്പോൾ റൂമിൻ്റെ കാര്യത്തിന് അച്ഛൻ ഇടപെടും വേണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ രവീന്ദ്രനോട് പറയണേ, ഞങ്ങൾ കയറ്റിക്കോളാന്ന് പറയണം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പെട്ടെന്ന് അന്തം വിടാണ്. ഇവനെ കൊണ്ട് പറ്റുമോ പറ്റില്ല. അപ്പോൾ സച്ചി വിചാരിക്കേണ്ട, ഈശ്വര ഇപ്പോൾ എന്തിനാ ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ അങ്ങനെ വിചാരിക്കേണ്ടത്. അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ വർഷ വന്നിട്ട് പറയും, രേവതി ചേച്ചിയുടെ ആഗ്രഹം നടന്നാലില്ലെങ്കിൽ രേവതി ചേച്ചിയുടെ കോൺഫിഡൻസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. രേവതി ചേച്ചി ഭയങ്കര പക്ക സപ്പോർട്ടായിട്ട് സംസാരിച്ചു, അതെനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് വർഷം അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചന്ദ്രമതി പോണയാട്ടിൽ മുന്നേ പറയേണ്ടത്, നിൻ്റെ റൂം കെട്ടണം എന്നുള്ള ആഗ്രഹം നടക്കായിരുന്നില്ലേ, മഹിമ കൊണ്ടുവന്ന 7 ലക്ഷം രൂപ നീ മടക്കിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴും സച്ചിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ചന്ദ്രമതി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുക, അടുക്കളയിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ചോദിക്കും, രേവതി നീ എന്ത് വിചാരിച്ചിട്ടാണ് നീ പറഞ്ഞ റൂം കയറ്റാന്ന്, എന്നെ കൊണ്ട് താങ്ങും അല്ലെങ്കിൽ കടത്തില്ല ഞാൻ, നീ എല്ലാം അറിഞ്ഞിട്ട് നീ എന്തിനാ രേവതി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശബ്ദമെടുത്ത് വെച്ചാൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ സച്ചേട്ടൻ ഇപ്പം ഞാൻ ആ ഒരു കാര്യം അവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സച്ചേട്ടാ, അച്ഛൻ എവിടുന്നെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടിയിട്ട് അച്ഛൻ ആ റൂം കയറ്റുക. അച്ഛനെ ഈ വയസ്സാം കാലത്ത് നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടിക്കണം സച്ചേട്ടാ, അത് തെറ്റല്ലേ നമ്മൾ ചെയ്യണത്. നമുക്ക് പറ്റൂ സച്ചേട്ടാ, പറ്റാത്തതായിട്ട് എന്തല്ല, നിനക്ക് തന്നെ ആ ഒരു താലിമലയിലണ്ട വേറെ ഒന്നും മേടിച്ചാൽ എനിക്ക് പറ്റിയിട്ടില്ല. ഇനി അതിൻ്റെ കൂടെ ഈ റൂം കയറ്റണമെങ്കിൽ എത്ര രൂപ വേണമെന്നറിയോ രേവതി, ചുരുങ്ങിയത് ഒരു 6-7 ലക്ഷം രൂപ വേണം. ഒക്കെ നടക്കും സച്ചേട്ടാ. ഒരു കാറും കൂടി നമ്മളെടുത്ത് ആ ഒരു കാറ് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടണ പൈസ നമ്മളെടുത്ത് വെച്ച് നമുക്ക് തിരിച്ച് പൈസ കൂട്ടിയുണ്ടാക്കി നമുക്ക് റൂം കയറ്റിക്കൂടെ. സച്ചേട്ടൻ എന്താ അങ്ങനെ ചിന്തിക്കട്ടെ, നടക്കും സച്ചേട്ടാ, ഞാൻ എൻ്റെ സച്ചേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചി രേവതിന്ന് ചേർത്ത് നിർത്തിയിട്ട് പറയും, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് രേവതി, എനിക്കിപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. നടക്കും രേവതി, നമുക്കുള്ള വീട് നമ്മൾ തന്നെ കയറ്റുമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി ചേർത്ത് പിടിക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളത്തെ കഥയുമായി വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്